ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു കുർത്തിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് നമുക്ക് ഒരു കുർത്തി തയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുൻപ് ഒരു ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കുർത്തിയിൽ നിന്ന് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും അളവ് കുർത്തി. അതിൽ നിന്ന് എങ്ങനെയാണ് അളവെടുക്കാമെന്ന് ചിലവർക്കെങ്കിലും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവരുദ്ദേശിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുർത്തി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരെണ്ണം എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. 3/4 ആണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവിലുള്ളത് എടുത്ത് വെക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന പോലെ വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ മനസ്സിലാവുന്ന തരത്തിൽ. അപ്പോൾ ഞാൻ കുർത്തി ഇതുപോലെ വിരിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഈ ഒരു രീതിയിൽ വിളിച്ചിട്ട് അതിൻ്റെ ലെങ്ത്ത് കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എടുക്കുകയാണ് നമ്മൾ. ഏതൊരു ഇതിനും നമ്മൾ ഫുൾ ലെങ്ത്ത് നോക്കുമ്പോൾ ഇതുപോലെ എടുക്കുക. നമ്മൾ ഇഞ്ചസിലാണ് ചെയ്യാൻ നോക്കുക കേട്ടോ. നമ്മുടെ ടേപ്പിൻ്റെ ഇഞ്ചുള്ള ഭാഗത്ത് നമ്മൾ അളവെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ആ ഇഞ്ച് ഉള്ള ഭാഗം നമ്മൾ എടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഫുൾ ലെങ്ത്ത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുർത്തിക്ക് ഇതുപോലെ വിരിച്ചെടുത്ത് അതിൻ്റെ ഷോൾഡറിൽ നിന്ന് താഴോട്ട് കണ്ടില്ലേ, ഷോൾഡറിൽ നിന്ന് പിടിക്കുക. എന്നിട്ട് ഇത് എവിടെയാണോ വരുന്നത്, ഇപ്പം ഞാൻ ഈ കുർത്തിയുടെ അളവ് എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെ എടുക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതുപോലെ ഈ എത്രയാണോ അവിടെ വരെ നമ്മൾ അളന്നെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് സീം അലവൻസ് കൂട്ടുന്നുണ്ട്. ഇതിന് പിന്നിൽ ഞാൻ പറയും. അപ്പോൾ ഫുൾ ലെങ്ത്ത് 45 ഇഞ്ചസിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എനിക്ക് 45 ഇഞ്ചസ് വേണം. അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പായിട്ട് കൊടുക്കേണ്ടത് 1.5 ഇഞ്ചാണ്. 1 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാൻ 1/2 ഇഞ്ച് ഷോൾഡറിന് വേണ്ടി നമ്മൾ എപ്പോഴും 1.5 ഇഞ്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കേണ്ടത്. അപ്പോൾ ഏതൊരു കുർത്തിക്കും നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുക. അപ്പം നിങ്ങൾ ഇതേപോലെ 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് 45 വന്നോളൂ കേട്ടോ. നിങ്ങളുടെ എത്രയാണോ അളവ് അത് വന്നോളൂ. 1.5 ഇഞ്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഞാനിപ്പോൾ ഇതിങ്ങനെ ഇട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട ഒരു മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. മെയിൻ മെഷർമെൻറ്റാണ് ചെസ്റ്റ്. അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെ എത്രയാണോ കിട്ടുന്നത് അത് നമ്മൾ എടുത്തു വയ്ക്കുക കേട്ടോ. അപ്പോൾ അതിൽ തയ്യൽ തുമ്പൊക്കെ ഞാൻ പറഞ്ഞുതരാം. തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നും പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്തു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഫുൾ ലെങ്ത്ത് ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് 27.75 എനിക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ അളവെടുത്തപ്പോൾ കിട്ടിയത്. അതിന് നമ്മൾ തുണിയിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിനെ ഒന്നുകൂടി പകുതിയാക്കണം. അപ്പോൾ അത് 21.25 2 നമുക്ക് കിട്ടുന്നത് എത്രയാണോ അതാണ് നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലായല്ലോ മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുത്തത്. അതിനെ വീണ്ടും പകുതിയാക്കി. അപ്പോൾ 10.87 നമുക്ക് കിട്ടുന്ന ചെസ്റ്റിൻ്റെ അളവ്. മനസ്സിലായോ? ചെസ്റ്റിൻ്റെ 4 ഭാഗം നമ്മൾ പറയില്ലേ. അപ്പോൾ അപ്പോൾ നമ്മൾ അതാണ് 10.87 വരിക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നത് 1.5 ഇഞ്ച് അതിൻ്റെ സൈഡിൽ സീം അലവൻസ്. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിത് എഴുതി വയ്ക്കുന്നു. ഈ അളവ് വെച്ചിട്ട് നമുക്കൊരു കുർത്തി കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൽ അളവാണ് നമ്മൾ എടുക്കേണ്ടത്. അളവെടുക്കാനാണ് പഠിക്കേണ്ടത് കേട്ടോ ആദ്യം. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ നെക്കിൻ്റെ വൈഡൊന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ കുർത്തി ഇതുപോലെ നെക്ക് ചെരിയാതെ നല്ല ഒരുവിധം ആവറേജ് എടുത്ത് ഇങ്ങനെ വെക്കില്ലേ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക കേട്ടോ, എല്ലാ ഭാഗങ്ങളും ചെരിയാണ്ട്. എന്നിട്ട് ആ ഒരു ഉള്ളിലെ ആ ഒരു ഭാഗമല്ലേ ആ ഭാഗത്തു നിന്നാണ് നെക്കിൻ്റെ വൈഡ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് കണ്ടോ ഒരുപോലെ ചെരിയാണ്ട് അങ്ങോട്ടും ഉള്ളിലേക്കും പുറത്തോട്ടും ചെരിയാണ്ട് കൃത്യമായി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ എടുക്കുന്ന പോലെ അളവെടുക്കുക കേട്ടോ. കണ്ടോ? അപ്പോൾ എനിക്ക് വരുന്നത് 8.25 8.5 വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് തുണിയിലെടുക്കുക കേട്ടോ. കണ്ടോ? നെക്ക് വൈഡ് എന്ന് പറഞ്ഞാൽ പകുതിയാണ്. അപ്പോൾ 4 ഇഞ്ച്. ഇതിപ്പോൾ ബോട്ട് നെക്കാണ്, അതാണ് 4 ഇഞ്ച് വന്നത്. സാധാരണ ഒരു നോർമൽ കുർത്തി ബോട്ട് നെക്ക് അല്ലെങ്കിൽ ഒരു 3.5 വരുള്ളൂ. ഇതിപ്പോൾ ബോട്ട് നെക്കിന് ഞാൻ ഇത്തിരി വീതി കൂട്ടിയെടുത്ത കാരണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അളവ് പറയുമ്പോൾ ഈ ഒരു അളവല്ല ഞാൻ പറയണത്. എൻ്റെ ഒരു സാധാരണ അളവാണ്. ഞാനിവിടെ താഴത്തെ അളവ് പറഞ്ഞുതരാം. ഞാൻ സാധാരണ ഒരു കുർത്തിയാണ് തയ്ക്കുന്നത് കേട്ടോ, ബോട്ട് നെക്കല്ല. അപ്പോൾ 3.5 ഇഞ്ചൊക്കെ നമുക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടിയത് അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അളവ് കിട്ടിയ അതിൻ്റെ പകുതി എടുക്കുക കേട്ടോ. അതെങ്ങനെയാണ് തുണിയിൽ വരിക എന്നുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വൈഡ് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാനിവിടെ ഇതിലെടുത്തിരിക്കുന്നത് 4 ഇഞ്ചാണ് ഞാൻ സാധാരണ കുർത്തികളിൽ എടുക്കുക. അതിൽ ക്യാൻവാസ് വയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ ക്യാൻവാസിലാണ് സ്റ്റിഫിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 4 എടുക്കും, അല്ലെങ്കിൽ 3.5 മതി. കാരണം ക്യാൻവാസിലാവുമ്പോൾ നമുക്ക് കറക്റ്റ് 4 ഇഞ്ചിന് കിട്ടും. നമ്മളിപ്പോൾ തുണിയൊക്കെ വെച്ച് മറക്കില്ല, അതുപോലെ ക്രോസ് പീസ് വെച്ചൊക്കെ മറക്കുകയാണെങ്കിൽ 3.5 എടുക്കാൻ പാടുള്ളൂ. കാരണം 1/2 ഇഞ്ച് നമ്മൾ തയ്ച്ച് വരുമ്പോൾ വന്നോളൂ കേട്ടോ. അപ്പോൾ അത് വെച്ച് കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്യാൻവാസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം നെക്ക് തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായല്ലോ നെക്കിൻ്റെ വൈഡ് എങ്ങനെയാണ്. ഇനി അടുത്തതാണ് നമുക്കൊരു ഷോൾഡർ മെഷർമെൻറ്റ്. ഷോൾഡർ ബോൺ ടു ഷോൾഡർ ബോൺ എടുക്കില്ല നമ്മുടെ ബോഡിയിൽ നിന്ന്. അത് നമ്മളെങ്ങനെ കുർത്തിയിൽ നിന്ന് കണ്ടുപിടിക്കും. കണ്ടോ? അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ കാണിച്ചു തന്നല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവിടെ നമ്മുടെ ഒരു സ്റ്റിച്ച് വരുന്നുണ്ട്.
എടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗം തൊട്ട് ഇപ്പുറത്തെ ആ സ്ലീവിൻ്റെ സ്റ്റിച്ച് വരുന്ന ആ ഭാഗം കണ്ടോ, നിങ്ങൾക്ക് ഇത് ബ്ലാക്കിലായതുകൊണ്ട് കാണണ്ടോന്നറിയില്ല. അപ്പോൾ അതാ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ വെക്കുക, ഈ ഒരു ഭാഗത്തും തുടങ്ങുക. അതുപോലെ തന്നെ ഈ ഒരു തയ്പ്പ് വന്ന ഈ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, അവിടെയും നമ്മളൊന്ന് വെച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അതേ അവിടെ നിന്ന് വെച്ച് വെക്കുക, വലിച്ചു പിടിക്കരുത്. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ തുണി എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു ലെവലിൽ വെച്ചിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 14 ഇഞ്ചാണ് കണ്ടോ. നമുക്ക് ഇതിൻ്റെ ഷോൾഡർ കിട്ടിയിരിക്കുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ആ 14 ഇഞ്ചിന് എന്ത് ചെയ്യും, 14 ഇഞ്ചിനെ നമ്മൾ ഇതുപോലെ പകുതിയാക്കും. നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ആ 14 ഇഞ്ചിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത്. മനസ്സിലായോ? ഞാനത് ബാക്കിൽ എഴുതി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 7 ഇഞ്ചാണ് വരിക എൻ്റെ ഷോൾഡർ. മനസ്സിലായല്ലോ? അപ്പോൾ ഷോൾഡർ മനസ്സിലായി, നെക്ക് വൈഡ് എങ്ങനെ എടുക്കണമെന്ന് മനസ്സിലായി കേട്ടോ. അപ്പോൾ പകുതി കണ്ടോ. അപ്പോൾ നമ്മൾ 7 ഇഞ്ച് പകുതിയാണ് നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്തുമ്പോൾ വരിക. നമ്മൾ തുണി 4ആയിട്ട് മടക്കിയിടുമ്പോൾ ഞാനതെല്ലാം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ ഷോൾഡർ ഞാൻ പറഞ്ഞു, നമ്മൾ ഫുള്ളായിട്ട് എടുത്തപ്പോൾ 14 കിട്ടി. അപ്പോൾ അതിനെ 2 ആക്കണം. അപ്പോൾ അതിൻ്റെ പകുതിയാണ് 7. അപ്പോൾ 7ആണ് നമുക്ക് വരിക തുണിയിൽ അടയാളപ്പെടുത്തുമ്പോൾ. അതിൻ്റെ കൂടെ ഒരു 0.5 കൂട്ടണം. അപ്പോൾ 7.5 ഇഞ്ച് എടുക്കണം കേട്ടോ നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ബാക്ക് നെക്ക് ബോട്ട് നെക്കാണല്ലോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്ക് ഒന്ന് ഇറക്കി വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ എടുക്കാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ തുടങ്ങുക. എവിടെയാണോ നമ്മുടെ ഒരു സ്റ്റിച്ച് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ, ആ ഒരു റൗണ്ട്. ഇപ്പോൾ ഇതിൽ ബോട്ട് നെക്കാണ്. അപ്പോൾ നമ്മൾ സാധാരണ നിങ്ങളുടെ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു കണ്ടോ, ഞാൻ കൈ വെച്ചിരിക്കുകയാണ്. നമ്മൾ ആ ഒരു ഭാഗത്ത് കണ്ടോ, നമ്മുടെ തയ്യൽ വന്ന ആ ഭാഗത്ത് അവിടെ കൈ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒന്ന് ടേപ്പ് ഒന്ന് മടക്കി പിടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു പോയിൻ്റ് കിട്ടും. നമ്മുടെ ആ കൈ വെച്ച ആ പോയിന്റിൽ എത്രയാണെന്ന് നോക്കുക കേട്ടോ. അതാണ് നമ്മുടെ കണ്ടോ, കൈ വെച്ച ആ പോയിൻ്റാണ് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് കേട്ടോ, നെക്കിൻ്റെ ലെങ്ത്ത്. അപ്പോൾ കണ്ടില്ലേ, പിന്നെ നമ്മൾ അത് കിട്ടി. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് അത് നമ്മൾ അടയാളപ്പെടുത്തി വെക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ബാക്ക് നെക്കും ഞാൻ ഇതുപോലെ തന്നെ എടുക്കുക. നമ്മൾ ബാക്കിൽ ഇതുപോലെ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് വയ്ക്കുക. നമ്മളിത് ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക. നമുക്ക് അളവ് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ആ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ടേപ്പ് ഒന്ന് ഇങ്ങനെ മറച്ച് വയ്ക്കുമ്പോൾ നമ്മുടെ ആ കൈ വെച്ച പോയിന്റിൽ എത്രയാണോ നമ്മുടെ ടേപ്പിൽ വന്നിരിക്കുന്നത് അതാണ് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് കേട്ടോ. അപ്പോൾ ഇതിൽ തയ്യൽ തുമ്പുകളൊക്കെ നമ്മൾ കൊടുത്തിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ തുണിയിൽ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഞാൻ പറഞ്ഞു അത് ബോട്ട് നെക്കാണ്. ഞാൻ ആ നെക്ക് ലെങ്ത്ത് അല്ലാട്ട് എടുക്കണം. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അത് കാണിച്ചു തന്നത് മാത്രം. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 6 ഇഞ്ചും ബാക്ക് നെക്ക് ലെങ്ത്ത് 5 ഇഞ്ചും. അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മൾ ഇനി അടുത്ത് കുർത്തി വെട്ടാൻ പോകുന്നത് കേട്ടോ. അതിനാണ് ഞാൻ ഈ അളവൊക്കെ എടുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എടുക്കേണ്ട അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആം ഹോളിൻ്റെ ഡെപ്താണ് കേട്ടോ. അതായത് ആം ഹോളിന് എത്ര ഡെപ്ത് എന്ന് വെച്ചാൽ ലെങ്ത്ത് കൊടുക്കണം എന്നോ എത്ര ലെങ്ത്ത് കൊടുക്കണം കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു അളവിൽ നമ്മുടെ ആ ഒരു കക്ഷത്തിൻ്റെ ആ ഒരു ഭാഗത്ത് കണ്ടില്ലേ തയ്പ്പ്, ആ ഭാഗത്തുനിന്ന് നമ്മളിത് ഇതുപോലെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ ടേപ്പ് അവിടേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ കൈ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കവിടെ എത്രയാണ് വന്നേക്കണമെന്ന് മനസ്സിലാവും. എന്താണ്ട് ഇപ്പോൾ 7.4 എനിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പോയിൻ്റ് മനസ്സിലാവുമല്ലോ. അപ്പോൾ എൻ്റെ ആം ഹോളിൻ്റെ ഡെപ്ത് 7.5 വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 7.25 കൊടുത്ത് നോക്കുക. എന്നിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണം. അത് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ട് തൽക്കാലം എത്രയും മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾ കേട്ടോ. ഇനി ആം ഹോളിൻ്റെ സർക്കംഫറൻസ് നമ്മൾ മൊത്തം എടുക്കുക. അങ്ങനെ വട്ടനായിട്ട് നമ്മൾ എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കണത് ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തുടങ്ങുക. ഇതുപോലെ കൊടുക്കുക കേട്ടോ. നമ്മളിത് ഇതുപോലെ ഒന്ന് വളച്ചെടുക്കുക. നമ്മുടെ ആ ഒരു കക്ഷത്തിൻ്റെ ആ ഭാഗമില്ലേ, ആ ഭാഗത്തേക്ക് നമ്മളിത് ഇതുവരെ കൊണ്ടുവരുമ്പോൾ എനിക്ക് 9 വരുന്നത് കേട്ടോ. 9.1 വരുന്നത് കേട്ടോ. അപ്പോൾ ആം ഹോൾഡർ റൗണ്ട് എനിക്ക് വരുന്നത് മൊത്തം അവിടെ 9 മൊത്തം 18 ഉണ്ടാവുമല്ലോ. പകുതിയാണ് നമ്മളെടുത്തിരിക്കുന്നത്. അപ്പോൾ 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ 9 കിട്ടും. അപ്പോൾ നമ്മൾ ആം ഹോൾ അളക്കുമ്പോൾ ഈ 9 നമുക്ക് അവിടെ കിട്ടേണ്ടത് കേട്ടോ. സ്ലീവിൻ്റെ ആ ഭാഗത്ത് നമുക്കിത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു അളവ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 18ൻ്റെ പകുതി 9. ഇപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലീവ്. ഇതിപ്പോൾ ഞാൻ 3/4 ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സ്ലീവ് ആണെങ്കിൽ ചെറിയ സ്ലീവ്, വലിയ സ്ലീവ് ആണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഈ കാണുന്ന പോയിന്റിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ലെങ്ത്ത് വരെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ട് നിങ്ങൾ അടയാളപ്പെടുത്തി എടുക്കുക. നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് നമ്മൾ കൊടുക്കുക കേട്ടോ. അത് ഇതുപോലെ സീം അലവൻസ് ആയിട്ട് അങ്ങനെ ചെയ്യാം. ഇനി ഞാൻ കുർത്തി വീണ്ടും ഇതിലേക്ക് ചരിച്ചിട്ടേക്കാണ്. അപ്പോൾ 1-2 ലെങ്ത്തുകൾ പറഞ്ഞുതരാം. ഇത് മെയിൻ അളവുകൾ തന്നെയാണ്. ഇപ്പോൾ നമുക്കതിൽ ഒരു ഷേപ്പ് വന്ന ഭാഗമില്ലേ, അവിടെ ഒരു ഷേപ്പ്, നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഷേപ്പുള്ള ഭാഗം ഉണ്ടാവും. ആ ഷേപ്പ് അവിടെയാണ് നമ്മുടെ വേസ്റ്റ് എന്ന് പറയാം കേട്ടോ.
അപ്പോൾ ആ വേസ്റ്റ് എങ്ങനെയാണ് അളക്കാന്നുള്ളത് നമ്മുടെ കുറിച്ച് നോക്കുമ്പോൾ കാണാം നമുക്കൊരു ഷേപ്പുള്ള ഭാഗം. അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പുള്ള ഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ഈ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും. ലെങ്ത്ത് കണ്ടോ, നമ്മൾ ഷോൾഡറിൽ നിന്ന് ഒരു 14 ഇഞ്ചാണ് നോർമൽ എല്ലാവർക്കും പറയുന്നത്. ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റാണ് ഒരു 14 ഇഞ്ച് അഡൾട്ടിന് കേട്ടോ. ഹൈറ്റ് കൂടുന്തോറും ഹൈറ്റ് കൂടുതലുള്ള ആൾക്ക് ഒരു 15 അല്ലെങ്കിൽ 15.5 വരെ നമുക്ക് വേസ്റ്റ് എടുക്കാം. ഇപ്പം നിങ്ങൾക്ക് അളക്കാൻ അവിടെ കൺഫ്യൂഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന അളവ് എടുത്താൽ മതി. ഒരു 15.5 ഹൈറ്റുള്ള ആളാണെങ്കിൽ, ഹൈറ്റ് കുറവുള്ളതാണെങ്കിൽ 14 കണ്ടോ. അപ്പോൾ ഞാൻ വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞുതരാം. വേസ്റ്റ് നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴോട്ട് ഒരു സ്റ്റാൻഡേർഡാണ് കേട്ടോ നമ്മുടെ 14 എന്നുള്ളത്. അഡൾട്ടിന് ഒരു ഇത് അഡൾട്ടുകൾക്കൊക്കെ അങ്ങനെ തന്നെ എടുക്കാം. ഹൈറ്റ് കൂടുമ്പോൾ ഒരു 15.5 വരെ നമുക്ക് എടുക്കാം കേട്ടോ. കിഡ്സിന് ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ല, അവർക്ക് 12 അങ്ങനെയൊക്കെ എടുക്കുക. ചെറിയ കുട്ടികൾക്ക് എടുക്കുമ്പോൾ നമുക്ക് എടുക്കാം. പിന്നെ അതുപോലെ നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് ഞാൻ എഴുതി വയ്ക്കുന്നതോ, ഹൈറ്റ് കൂടുന്തോറും നമുക്ക് 15.5 16 കൂടുതലൊന്നും നമ്മൾ വേസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല, വേസ്റ്റിൻ്റെ ലെങ്ത്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ വേസ്റ്റ് എന്നുള്ളത്. അപ്പോൾ വേസ്റ്റിൻ്റെ ലെങ്ത്താണ്. ഇനി നമുക്ക് ആ ഭാഗത്തെ ചുറ്റളവ് നോക്കണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ തുണി ഇതുപോലെ ഞാൻ തിരിച്ചിട്ടു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ആ ലെങ്ത്ത് എടുത്തോടത്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ടേപ്പ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അളന്നെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ച് ഭാഗം എടുക്കുക, നമ്മൾ അളന്ന് നോക്കുക, അപ്പോൾ എത്രയാണ് കിട്ടണമെന്ന് നോക്കാം കണ്ടോ. അപ്പോൾ നിങ്ങളുടെ അളവ് എത്രയാണെന്ന് വെച്ചാൽ അതെടുക്കുക. ആ ഒരു അളവ് നമ്മൾ എന്താ ചെയ്യുക, അതിനെ രണ്ടായി, നമ്മൾ ചെസ്റ്റിനെ നേരത്തെ രണ്ടാക്കിയില്ലേ, അതുപോലെ തന്നെ ആ ഒരു അളവിന് നമ്മൾ തുണിയിലെടുക്കുമ്പോൾ രണ്ടായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. തുണിയിലും നമ്മൾ രണ്ടായിട്ട് എടുക്കുക കണ്ടോ. അപ്പോൾ ഞാനിവിടെ എനിക്ക് കണ്ടോ, ഞാൻ ആ ടേപ്പ് പകുതിയാക്കി, ആ പകുതിയാക്കിയ അളവാണ് ഞാൻ എൻ്റെ അളവ് പറയില്ല, നിങ്ങളുടെ അളവുകൾ നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ പകുതി കിട്ടുന്ന അളവ് ആണ് നമുക്ക് വേസ്റ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, 4 ഭാഗം എന്ന് പറയില്ലേ. ഇപ്പോൾ കണ്ടില്ലേ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് വേസ്റ്റിൻ്റെ ലെങ്ത്ത്, ആ ഭാഗത്ത് എത്രയാണോ വണ്ണം അതിനെ 4 എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കുർത്തിയിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ 2 മതി, നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ 4 അപ്പോൾ വേസ്റ്റ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 18 ഇഞ്ചാണ് എനിക്ക് വന്നിരിക്കുന്നത്, ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണത് 9 ഇഞ്ചാണ്. അപ്പോൾ അതാണ് നമ്മൾ തുണിയിലെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അളവ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ ഇനി ആ കുർത്തി തയ്ക്കാൻ പോണത് കേട്ടോ. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് നമ്മൾ കൂട്ടണം, തയ്യൽ തുമ്പ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾക്ക് വേസ്റ്റിൻ്റെ അളവ് മനസ്സിലായില്ലേ എങ്ങനെയാണെന്നുള്ളത്. ഇനി ഈ തുണി വീണ്ടും ഇതുപോലെ ഇട്ടിട്ട് ഞാൻ ലെങ്ത്ത് കാണിച്ചു തരാം. അടുത്തത് നമ്മൾ ഹിപ്പ്, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വിരിഞ്ഞ ഭാഗമുണ്ട്, അതാണ് ഹിപ്പിൻ്റെ ഭാഗം കേട്ടോ. അവിടെയാണ് നമ്മളിപ്പോൾ ഈ സ്ലിറ്റുള്ള കുർത്തികളൊക്കെ ഇടുമ്പോൾ നമ്മൾ അവിടെയല്ലേ ഒരു സ്ലിറ്റ് കൊടുക്കുക, ആ ഒരു ഭാഗത്താണ് കൊടുക്കുക. അപ്പോൾ സ്ലിറ്റ് കണ്ടില്ലേ, ഇതുപോലെ എത്രയാണോ ലെങ്ത്ത് നോക്കുക, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കൊടുക്കാം. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ചിലപ്പോൾ 22 ഇഞ്ചിലിടും, അതുപോലെ 20 ഇഞ്ചിലിടും. ഇപ്പോൾ ചിലർക്ക് 18 ഇഞ്ചായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ലെങ്ത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഈ ഒരു കുർത്തിയിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 20 ഇഞ്ചിൻ്റെ അടുത്ത് കണ്ടില്ലേ, 20 വന്നിരിക്കുന്നത് കേട്ടോ കടാ. അപ്പോൾ ഞാൻ ഇപ്പോൾ പുതിയത് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ തയ്ക്കണമല്ലോ 22 ഇടും, ചിലവർ 18 ഇടുള്ളൂ. അപ്പം ഞാൻ ഈ അളവ് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിലെടുത്തിരിക്കുന്നത് 20 ഇഞ്ചിൻ്റെ ഇതാണ് കേട്ടോ, അവിടെയാണ് സ്ലിറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഹിപ്പ്, അതിനാണ് ഹിപ്പ് ലൈൻ, നമ്മുടെ വിരിഞ്ഞ ഒരു ഭാഗം, സ്ലിറ്റ് തുടങ്ങണ ഭാഗം മനസ്സിലായല്ലോ, ഷോൾഡർ ടു ഹിപ്പ്. അപ്പോൾ ഇനി അവിടുത്തെ വണ്ണം നോക്കാം നമുക്ക്. അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് നമ്മളിത് നമ്മൾ ടേപ്പ് എടുത്തിട്ട് നമ്മൾ ആ വരച്ച ലൈനില്ലേ അവിടെ നിന്ന് നമ്മൾ അളന്നെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ കണ്ടില്ലേ, അത് നേരെ ഒന്ന് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇത് സംശയമില്ലാതിരിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യണവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കണ്ടോ. അത്യാവശ്യം അവിടെ നല്ലപോലെ വിരിച്ച് തേച്ചിട്ടിടുക തുണി, അപ്പോൾ നല്ലതായിട്ട് കിട്ടും, നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. അപ്പോൾ അതേ ഇവിടെ വിരിച്ചെടുക്കുക, ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെ നമ്മൾ അളന്നെടുക്കണം കേട്ടോ. അത് എത്രയാണോ അളവ് അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കുർത്തിയിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ അളന്ന് വെച്ചിരിക്കുകയാണ് ഈ ഒരു ഭാഗം കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം തയ്യൽ തുമ്പ് കൊടുക്കണം, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ കൊടുക്കുക. അപ്പോൾ ഇവിടെ 22 ഇഞ്ചാണ് എനിക്ക് വരുന്നത്, ആ 22 ഇഞ്ചിൻ്റെ പകുതിയാണ് നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോൾ, തുണി 4 മടക്കിയിട്ടല്ല നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഈ പകുതിയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. ഈ കുർത്തിയിൽ നിന്ന് എടുത്തത് കൊണ്ടാണ് ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ വ്യത്യാസങ്ങളുണ്ട്. ഇതിപ്പോൾ ഞാൻ കുർത്തിയിലെടുത്ത അളവുകളാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്, അതാണ് നിങ്ങൾ വ്യത്യാസം. അത് ബോഡിയിൽ നിന്ന് എടുക്കേണ്ടത് ഞാൻ വേറെ തന്നെ പറഞ്ഞു, ഒന്നുകൂടി വേണേൽ വീഡിയോ ചെയ്തു തരാം. അപ്പോൾ കണ്ട എല്ലാം പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഹിപ്പ്, വേസ്റ്റ്, അതുപോലെ തന്നെ ചെസ്റ്റ് കണ്ട, ചെസ്റ്റിൻ്റെ ലൈൻ ഞാൻ നേരത്തെ വരയ്ക്കാൻ വിട്ടതാണ്. അപ്പോൾ നമുക്കൊരു ചെസ്റ്റ് ലൈൻ ഇടല്ലോ, അതിൻ്റെയൊക്കെ നമ്മൾ അളവെടുക്കുക, അതിൻ്റെ പകുതി എടുക്കുക. കുർത്തിയിൽ നിന്ന് എടുത്ത കാരണം കേട്ടോ. ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ നല്ലൊരു ഭാഗമായിട്ടാണ് എടുക്കുക. ഇത് കുർത്തിയിൽ നിന്നാണല്ലോ എടുത്തിരിക്കുന്നത്, നമ്മളൊരു ഭാഗത്ത് നിന്നാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത് കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുക്കുക, എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ അത് മനസ്സിലാവാത്തവർക്ക് നന്നായിട്ടൊന്ന് എന്നോട് എല്ലാവരും പറയും, ഒന്ന് സ്ലോ ആയിട്ട് പറയണം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്ലോ ആയിട്ട് തന്നെ പറയാൻ ശ്രമിക്കുന്നത്.
അപ്പോൾ അതുപോലെ എല്ലാത്തിൻ്റെയും പകുതി എടുക്കുക, എന്നിട്ട് തയ്യൽ തുമ്പ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഹിപ്പിൻ്റെ നമ്മളിതുപോലെ പകുതി എടുത്ത് വെച്ചു തയ്യൽ തുമ്പ് കൊടുക്കാൻ നോക്കാം. ഹിപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, സ്ലിറ്റ് ഇടുന്ന ഭാഗം ഞാൻ 20 എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ 20 കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് കൊടുക്കാം, നിങ്ങളുടെ കുർത്തിയിൽ എങ്ങനെയാണോ ആ ഒരു അളവ് നിങ്ങൾ അളന്നെടുക്കുക കേട്ടോ. ഇനി ഹിപ്പിൻ്റെ വൈഡ് അവിടെ എത്ര വണ്ണം ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വണ്ണം എന്ന് പറഞ്ഞാൽ 22 ഇഞ്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 22 ഇഞ്ചാണ് നമുക്ക് ഞാൻ കൊടുക്കണ അളവ്. ആ 22 ഇഞ്ചിൻ്റെ പകുതി അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 11. മനസ്സിലായല്ലോ? ആ 11ൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കണം. അവിടെ ഹിപ്പിൻ്റെ അവിടെ മാത്രം നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ തുണി കട്ട കൂടി കെടുക്കൂട്ടോ അവിടെ 1.5 ഇഞ്ച് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അവിടെ 1 ഇഞ്ച്, മറ്റിടത്തൊക്കെ നമ്മൾ 1.5 കൊടുത്തു, ഇവിടെ മാത്രം ഇവിടെ നിന്ന് താഴോട്ട് 1 ഇഞ്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹിപ്പിൻ്റെ വൈഡിൻ്റെ കൂടെ 1 ഇഞ്ച് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഹിപ്പിൻ്റെ ഭാഗമൊക്കെ മുകളിലേക്ക് കയറ്റിയിടാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ കുർത്തി മുകളിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഇതുപോലെ നമ്മൾ കൊടുക്കുകയാണ്. ഏറ്റവും അറ്റത്ത് ബോട്ടം, അപ്പോൾ ഇതിലെ ബോട്ടം എന്നാണ് പറയേണ്ടത്, ബോട്ടം അതിൻ്റെ ഏറ്റവും അടി ഭാഗത്ത് നമ്മൾ വൈഡ് നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ ഞാനിത് കുറച്ച് വൈഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചിലർ സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ആ ഹിപ്പിൻ്റെ അടുത്ത 11 തന്നെ ചിലർ താഴത്തും 11 കൊടുക്കും. പക്ഷേ എപ്പോഴും 1 ഇഞ്ച് കൂടുതലെങ്കിലും നമ്മൾ കൊടുക്കണം കേട്ടോ താഴത്തേക്ക്. ഇപ്പോൾ ഹിപ്പിൻ്റെ അവിടെ 11 എടുക്കുകയാണെങ്കിൽ നമ്മൾ ബോട്ടത്തിൻ്റെ അവിടെ 12 എടുക്കുക. അങ്ങനെ ഇപ്പോൾ ഇതിലേതാ ഈ കുർത്തിയിൽ എങ്ങനെ വന്നേക്കണം നമുക്ക് അളന്ന് നോക്കാം. അളന്ന് നോക്കുമ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടില്ലേ, ഈ ഒരു വീതി എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഞാനത് പറയില്ല, ഇത് എൻ്റെ അളവാണ്, നിങ്ങളുടെ അളവ് നിങ്ങളെടുത്തിട്ട് അതുപോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പകുതിയാക്കുക. മനസ്സിലായല്ലോ? നമ്മളൊക്കെ പകുതിയാക്കുകയാണ് ചെയ്യണത്. ഇതുപോലെ പകുതിയാക്കിയിട്ട് നമ്മൾ ഈ പകുതിനെ കൂടെ തയ്യൽ തുമ്പ് ചേർക്കണം കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും പകുതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, നേരത്തെ എടുത്തതിൻ്റെയും പകുതി തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടി നമ്മൾ തയ്യൽ തുമ്പ് ചേർക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഹിപ്പിൻ്റെ ബോട്ടത്തിൻ്റെ അളവ് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന ബോട്ടത്തിൻ്റെ അളവ് 27. അപ്പോൾ അതിൻ്റെ കൂടെ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. 2 ആക്കുക. അപ്പോൾ 2 ആക്കുമ്പോൾ കണ്ടില്ലേ, എനിക്ക് കിട്ടണത് 13.5 വരിക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീമ കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അളവുകൾ. ഇത് വെച്ചിട്ട് നമുക്ക് അടുത്ത ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നത് അടുത്ത പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ.